ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പന്തക്കുസ്ത ദിവസത്തിനായി ഒരുങ്ങുന്ന നാം പരിശുദ്ധാത്മാവിനെ വരവേൽക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ പുത്രൻ നമുക്ക് തരുന്ന നിത്യമായി നമ്മളോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ സകല സൃഷ്ടിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തരംഗം അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ ദൈവത്തിൻ്റെ തരംഗം ഈ ഭൂമുഖത്തിൻ്റെ മേൽ മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നാം ഓരോരുത്തരും ആ ദൈവീക തരംഗം കൊണ്ട് നിറയുമ്പോഴാണ് പുതിയ സൃഷ്ടികളായിട്ട് നാം മാറുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെതായ തിരക്കുകളിൽ പെട്ട് നാം ഓടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ തരംഗം സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ തരംഗം നമ്മെ ഒന്ന് സ്പർശിച്ചാൽ നമ്മുടെ ലോകത്തിൻ്റെതായ ഓട്ടം അവസാനിച്ച് പുറകിലേക്ക് ആദിമ ചൈതന്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ആദിമ നീതിയിലേക്ക് നമ്മുടെ ഓട്ടപ്രയാണം ആരംഭിക്കും. അതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സമാധാനപരമായ ഒരു അനുഭവം. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. 104-ാം സങ്കീർത്തനം 30-ാം തിരുവചനത്തിൽ, അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസം അയക്കുമ്പോഴാണ് ഭൂമുഖം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതും അങ്ങ് ഭൂമുഖം നവീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സർവ്വ സൃഷ്ടപ്രപഞ്ചവും നവീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുവാനായിട്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ആവസിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടികളായിട്ട് മാറുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ, ആ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നീരുറവട പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനത്തിൽ, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വറ്റാത്ത നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നത്. 1 കൊരിന്തോസ് 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയമായ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായ നമ്മളിൽ നിന്നാണ് ഈ നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നത്. നാം കണ്ടു എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ, ആ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ നീർച്ചാല് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ നീരുറവ ദൈവവചനമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നീരുറവ, ആ നീരുറവിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, ദൈവവചനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം അവ നമ്മുടെ കണങ്കാൽ വരെ ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ ആ വചനത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്ന വലിയ സമുദ്രത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങുമ്പോൾ പിന്നെ അവ നമ്മുടെ മുട്ടോളമാകും.
പിന്നീട് അവൻ നമ്മുടെ അരയ്ക്കൊപ്പം, പിന്നെ കഴുത്തോളം, പിന്നെ നീന്താൻ വേണ്ടുന്ന ആഴമേറിയതായിരിക്കും ഈ വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ, ഓരോരുത്തരെയും വിളിക്കുമ്പോൾ പത്രോസിൻ്റെ വള്ളത്തിൽ അവിടുന്ന് കയറിയിട്ട് കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം കർത്താവ് അവിടെ ഇരുന്നാണ് ജനത്തെ പഠിപ്പിക്കുന്നത്. അതായത് ലോകത്തിൽ നിന്ന് നാം വിട്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരുമ്പോഴാണ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ എല്ലാം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുശേഷമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുവിനെന്ന്. ദൈവരാജ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം വിശുദ്ധി ഉള്ളതാണെങ്കിൽ ഈ ജീവൻ്റെ ഉറവകൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ നീരുറവ നമ്മളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, എന്തെന്നാൽ ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും. കർത്താവ് നമുക്ക് തരുന്ന ആ ജലം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന വറ്റാത്ത നീരുറവകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. സുഗന്ധം പ്രസരിപ്പിക്കുന്ന ലില്ലി പുഷ്പങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരവിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ, കുന്തിരിക്കം പോലെ പൂവണിയുവിൻ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിമളം പരത്തേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സൗരഭ്യം നമ്മളിൽ നിന്ന് പരക്കുന്നതും ജീവജലത്തിൻ്റെ ഉറവകളായിട്ട്, ജീവജലത്തിൻ്റെ കിണറുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. അതാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ, അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്രവെച്ച നീരുറവ. മുദ്രവെച്ച നീരുറവകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഇവിടെ പറയാണ് 15-ാം തിരുവചനത്തിൽ, ഉദ്യാനത്തിലെ ഉറവയാണ് നീ, ജീവജലത്തിൻ്റെ കിണർ, ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി. നമ്മൾ ഓരോരുത്തരും മുദ്രവെച്ച നീരുറവകളായിട്ട്, കർത്താവിൻ്റെ ഓരോ അരുവികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതുകൊണ്ട് തന്നെയാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 24-ാം അധ്യായത്തിൽ 30 മുതൽ 32 വരെയുള്ള തിരുവചനത്തിൽ, നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും ഞാൻ ഒഴുകി. നമ്മൾ ആദ്യമേ നദിയിൽ നിന്ന് ഒരു ചെറിയ തോട് വരുന്നത് പോലെ, ഉദ്യാനത്തിൽ നിന്ന് ഒരു നീർച്ചാല് എങ്ങനെയാണോ അതുപോലെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തുടങ്ങിയാൽ വളരെ ചെറിയ ഒരു നീരുറവയായിരിക്കും നമ്മളിൽ നിന്ന് വരുന്നത്. അത് പറയാണ്, ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും എൻ്റെ തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. നമ്മുടെ ഈ നീരുറവ അത് തോടായി മാറും, ഈ തോട് നദിയായി മാറും, ഈ നദി വലിയ കടലായിട്ട് ദൈവത്തിൻ്റെ വാസസ്ഥലമായ നമ്മൾ ഓരോരുത്തരും. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം എത്ര വിസ്തൃതമാണ്, ദൈവത്തിൻ്റെ ആലയം വിസ്തൃതമാണ്, അതിന് ഉന്നതവും അപരിമേയവുമാണ്, അത് വളരെ വിശാലമാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോസ്തലപ്രവർത്തനം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ, ദൈവവചനം വളർന്ന് പന്തലിച്ച് വ്യാപിച്ചു കഴിയുമ്പോഴാണ് ദൈവരാജ്യം വികസിക്കപ്പെടുന്നത്. അതാണ് യെശയ്യാ പ്രവാചകരിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്. 54-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തരും ധീരരുമായി മാറുകയാണ് ചെയ്യുന്നത്.
ആരെങ്കിലും രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തി നിരാശയിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഈ എസെക്കിയേൽ പ്രവാചക പുസ്തകം 37 അധ്യായം 9 തിരുവചനം നാം ആവർത്തിച്ച് ഉരുവിടുകയാണെങ്കിൽ രോഗത്തിൽ നിന്ന് നമ്മൾ സൗഖ്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ വരും. പ്രത്യാശ കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയും. ഇവിടെ പറയുകയാണ്, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. ദൈവിക ജീവൻ നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ പറയാണ്, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എണീറ്റ് നിന്നു. ഇപ്പം ജീവശ്വാസം, ദൈവത്തിൻ്റെ തരംഗം നമ്മൾ ഓരോരുത്തരിലോട്ടും വന്നാൽ നമ്മൾ വളരെ ശക്തിയുള്ളവരായി മാറും, ധീരരായിട്ട് മാറും. ഈശോയുടെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മരണശേഷം യഹൂദരെ പേടിച്ച് മുറിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തിയായി പുറത്തിറങ്ങുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 56 തിരുവചനത്തിൽ തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു പരിചാരികയുടെ മുമ്പിൽ നമ്മുടെ ആദിമാർപ്പാപ്പായ വിശുദ്ധ പത്രോസ് നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോസ്തലപ്രവർത്തനം 2 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ പന്തക്കൊസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റൊടിക്കുന്നത് പോലൊരു ശബ്ദം അവരുടെ മേൽ വന്നു. അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പേടിച്ച് വിറച്ചിരുന്നവരെല്ലാം ഒരു പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ വിശുദ്ധ പത്രോസും നഗ്നനായ കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ സമയത്ത് പുതപ്പ് പോലും ഉപേക്ഷിച്ചു പോയ ഒരു യുവാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സകലരുടെയും മുമ്പിൽ കർത്താവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭയമെല്ലാം മാറി. കാരണം പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങാനോ പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. അതാണ് 2 തിമോത്തിയോസ് 2 അധ്യായം 9 തിരുവചനത്തിൽ ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ വിലങ്ങൾക്ക് വരെ അധീനനാകുന്നത് വിശുദ്ധ പൗലോസ് പറയാണ്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പം ദൈവവചനത്തിന്, ഈ പരിശുദ്ധാത്മാവിന് വിലങ്ങ് വയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവവചനമാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിലോ നമുക്കും വിലങ്ങ് വെക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം വചനമാണ് നമ്മളെ നയിക്കുന്നത്. ഇതിനെയാണ് അപ്പസ്തോലപ്രവർത്തനം 12 അധ്യായത്തിലും അപ്പസ്തോലപ്രവർത്തനം 16 അധ്യായം 25 മുതലുള്ള തിരുവചനത്തിലും വിശുദ്ധ പത്രോസിനെ 2 ചെങ്ങലകൾ കൊണ്ട് ബന്ധിതനാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ചെങ്ങലകൾ വലിച്ചു പൊട്ടിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പൗലോസും സീലാസും ആ തടവറയിൽ കടന്ന് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ തടവറയുടെ വാതിൽ തുറന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ നാം സാംസണെക്കുറിച്ച് കാണുമ്പോൾ ന്യായാധിപന്മാർ പുസ്തകം 14 അധ്യായം മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഈ സാംസണിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കുരുക്കാൻ പല കെണികളും ഒരുക്കി. പക്ഷേ സാധിച്ചില്ല. കാരണം അവനെല്ലാത്തിനെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ തകർക്കുകയാണ് ചെയ്തത്. നമ്മുടെയും ജീവിതത്തിൽ പല ബന്ധനങ്ങൾ, പല രോഗങ്ങൾ, പല അസ്വസ്ഥതകൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിലോ ഇതിനെല്ലാം നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് തകർക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്കെല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങൾ എല്ലാം അറിയാൻ സാധിക്കും. ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ
മറഞ്ഞിരിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലും ഒന്നും മറഞ്ഞിരിക്കുകയില്ല. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5:1-11 വരെയുള്ള തിരുവചനത്തിൽ അനന്യാസിനെയും സഫീറായെയും നാം കാണുന്നുണ്ട്. വിശുദ്ധ പത്രോസിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറമ്പ് വിറ്റ പണം രണ്ടുപേരും കൂടെ രഹസ്യമായി മാറ്റിവെച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളോടെയാണ് വിശുദ്ധ പത്രോസിന് അത് കാണാൻ സാധിച്ചത്. ഹെബ്രായർക്കെതിരെ ലേഖനം 4-13 തിരുവചനത്തിൽ പറയാണ്, അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്. ഒരു സ്കാൻ ചെയ്യുന്നത് പോലെ ഒരു എക്സ്റേ എടുക്കുന്നതിനേക്കാൾ ക്ലിയർ കട്ടായിരിക്കും ദൈവരാജ്യം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചാലോ എല്ലാ രഹസ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 2-9-14 വരെയുള്ള തിരുവചനത്തിൽ മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ ഗ്രഹിക്കാൻ അവനല്ലാതെ ആർക്കാണ് സാധിക്കുക? അതുപോലെ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ കണ്ടെത്താൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ കഴിയുള്ളൂ. ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളെ തെറ്റുപറ്റാത്ത വിധം നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-20 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ, ഈ പരിശുദ്ധാത്മാവാണോ നമ്മളെ നയിക്കുന്നത് എങ്കിൽ നമ്മൾ പോകുന്ന വഴികളിൽ തെറ്റുപറ്റത്തില്ല. നമ്മളെ കൊടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനോ പരിശുദ്ധാത്മാവിനെ വിലക്കെടുക്കാനോ ആർക്കും സാധിക്കുകയില്ല. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളതിൻ്റെ ഒരു അടയാളമാണ് പീഡനങ്ങളും സഹനങ്ങളും. അതാണ് 1 പത്രോസ് 4-14 തിരുവചനത്തിൽ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, അപമാനിതരാകുമ്പോഴെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലോ എവിടെ ചെന്നാലും നമുക്ക് എല്ലാവരും നമ്മളെ സ്വീകരിക്കും, പീഡനവും സഹനവും കാണത്തില്ല. പക്ഷേ മറ്റൊരു കാര്യം സത്യമാണ്, ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടോ, നമ്മൾ അവിടെയെല്ലാം ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും. ഒരിക്കലും നമ്മൾ ദൈവത്തെ പരാതി പറയുകയില്ല, ദൈവത്തിന് എപ്പോഴും നന്ദി പറയും. കാരണം ഇവയെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം മുകളിലായിരിക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകം 7-16 തിരുവചനത്തിൽ ഈ ദൈവത്തിൻ്റെ പേടകം വെള്ളത്തിൻ്റെ മുകളിൽ എത്തുകയാണ്. അപ്പം വെള്ളം എത്രമാത്രം ഉയരുന്നോ അതിൻ്റെ മുകളിൽ ഈ ദൈവത്തിൻ്റെ പെട്ടകവും എത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും വേദനകളുടെയും എല്ലാം നമ്മൾ താഴെയായിരിക്കുകയില്ല, അതിൻ്റെ എല്ലാം മുകളിലായിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ആനന്ദവും സന്തോഷവും കൊണ്ട് നിറയും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 13-50 വരെയുള്ള തിരുവചനത്തിൽ ഇവിടെ പറയാണ്, എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണബാസിനുമെതിരെ പീഡനം ഇളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ ഇവിടെ എല്ലാം പറയാണ്, മറ്റുള്ളവരെ സ്വാധീനിച്ച് ഈ ദൈവവചനം വളർന്ന് വികസിച്ചപ്പോൾ സാത്താന് ഓരോ വ്യക്തികളെ ഉപകരണങ്ങളാക്കി ദൈവരാജ്യത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞുകൊണ്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞവരായി. അപ്പം ഈ വേദനകളിലും സഹനങ്ങളിലും ശിഷ്യന്മാർ ആനന്ദവും പരിശുദ്ധാത്മാവും കൊണ്ട് നിറഞ്ഞെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷമുള്ളവരായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവസ്നേഹവും ദൈവവിശ്വാസവും നിർഗളിക്കുന്നവരായിട്ട് മാറും. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ലൂക്കാസ് സുവിശേഷം 1-35 തിരുവചനത്തിൽ ഈശോയുടെ ജനനം തന്നെ ദൈവദൂതൻ മറിയത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈശോയുടെ ജനനം പരിശുദ്ധാത്മാവിനാൽ മറിയത്തെ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് നാം കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടെയും നടക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയം ഗർഭസ്ഥ ശിശുവിനെയും കൊണ്ട് തൻ്റെ ഇളയമയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ തിരുവചനത്തിൽ എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി പ്രവചിക്കുകയാണ്. അപ്പം നമ്മളിലും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടുന്നവരായിട്ട് മാറും. നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിയാം. എത്രമാത്രം തിന്മകളാണ് നമ്മളിലുള്ളത്. മറ്റുള്ള വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ നിന്ന് പോസിറ്റീവ് എനർജിയാണോ അതോ ദൈവത്തിൻ്റെ സമാധാനമാണോ അവർക്ക് ലഭിക്കുന്നത്, അതോ കടുത്ത വിദ്വേഷവും വെറുപ്പും നിരാശയുമാണോ ലഭിക്കുന്നത്? അപ്പം എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് അത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അനുദിന ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിവസിക്കാൻ വേണ്ടി, നിറഞ്ഞു തുളാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി അനേകർക്ക് ആ ദൈവീക ചൈതന്യം ലഭിക്കുവാൻ വേണ്ടി നമുക്കും പരിശ്രമിക്കാം. നമുക്ക് മുമ്പേ കടന്നുപോയ അനേക വിശുദ്ധരുണ്ട്. അവരെ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേ അനേകർ കർത്താവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. കാരണം അവരിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യമാണ് അനേകരെ കർത്താവിലേക്ക് ആകർഷിച്ചത്. 2 പത്രോസ് 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ദൈവീക മനുഷ്യർ എഴുതി വച്ച ലിഖിതങ്ങളാണ്. ഈ വിശുദ്ധ ലിഖിതങ്ങൾ ഓരോന്നും നമ്മൾ ഇവ വായിക്കും തോറും ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയും, ദൈവനിവേശിതരായിത്തീരും, ദൈവ ചൈതന്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും. ഓരോ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്, ദൈവത്തിൻ്റെ ചൈതന്യത്താലാണ്. അപ്പം പാപം വരുമ്പോൾ ഈ തീ കനലുകൾ നമ്മളിൽ നിന്ന് ചാരം വന്ന് മൂടുന്നത് പോലെ മൂടിക്കിടക്കുകയാണ് ഈ കനൽ. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ തീക്കനൽ പരിശുദ്ധാത്മാവിനെ ഊതിക്കത്തിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ ഈ കനൽ കത്തി ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മളെ മാറ്റാൻ കഴിയും. ലോക ചരിത്രത്തിൽ ഇനിയും 1000 വർഷങ്ങൾക്ക് ശേഷം ആരെല്ലാം ജനിച്ചാലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് ഓരോ വചനത്തിനും അവരെല്ലാം മാറ്റാൻ സാധിക്കും. ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും നമ്മളെല്ലാം നയിക്കും. ഈ പന്തക്കുസ്താ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ശക്തമായിട്ട് ആവസിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വരവേൽക്കാൻ വേണ്ടി ഈ ദിവസം നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാകട്ടെ. നമ്മുടെ കൂടെ വസിക്കുന്ന, കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.